ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കാൻ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അങ്ങുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പാപങ്ങളാണ് അങ്ങയെ വേദനിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളാണ് അങ്ങേക്ക് ഒത്തിരിയേറെ മുറിവുകൾ തന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളാണ്, ഒരിക്കലും അനുതപിക്കാത്ത ചില പാപാവസ്ഥകളാണ് നിന്നെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സ്വന്തം ജീവിതത്തെ തിരിച്ചറിയാൻ, പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, നിന്റെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന് ഒത്തിരിയേറെ ശ്രേഷ്ഠതയോടുകൂടെ ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗം തുറന്ന് ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കുന്ന ഈശോയെ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? എൻ്റെ തമ്പുരാനെ, എൻ്റെ ഇടവക സമൂഹം മുഴുവൻ നിന്റെ മുമ്പിലായിരിക്കുക. ഈ ആരാധനയുടെ മണിക്കൂറിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങള്, ഇവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങള്, ഇവരുടെ വേദനകള്, ഇവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങള് നീ ഏറ്റെടുക്കണേ കർത്താവേ. നീ കടന്നു വരണേ കർത്താവേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല തമ്പുരാനെ. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ ഇരുന്ന് കരയാൻ നീ മാത്രമാണ് ആശ്രയം തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ആരോടും പറയാത്ത ഞങ്ങളുടെ നൊമ്പരങ്ങൾ എല്ലാം നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. വിവാഹപ്രായമെത്തിട്ടും വിവാഹം നടക്കാത്ത ഒത്തിരിയേറെ മക്കളുണ്ട് കർത്താവേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ ഒറ്റയായി പോയവരുണ്ട്. പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരുണ്ട്. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി രാപ്പകലന്തിയോളം കഷ്ടപ്പെടുന്നവരുണ്ട്. വിദൂരങ്ങളിലായിരിക്കുന്നവരുണ്ട്. ഈശോയെ, എല്ലാ മക്കളെയും ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. എന്നോട് പ്രത്യേകമായ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഞാൻ നിന്റെ മുമ്പിലേക്ക് തരികയാണ്. കാരുണ്യവാനായ ദൈവമേ, ലോകരക്ഷക, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനെ, ഞങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കുന്നവനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വാവാ യേശുനാഥ എന്ന ഗാനത്തിൻ്റെ ഈരടി പാടി നമ്മൾ പാടി സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, ആരോടും പറയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ദുരാനുഭവങ്ങളിലേക്ക് ദൈവത്തെ വിളിക്കുന്ന നിമിഷമായത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ആവശ്യങ്ങളും ഓർത്തുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലേക്ക് ഇരുകരങ്ങളും നീട്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. എല്ലാ മക്കളും പാടിയേ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ,
യേശുനാഥ. ഒരിക്കൽ കൂടി എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയെ നോക്കിക്കൊണ്ടിരിക്കാം. കത്തിച്ചു വെച്ച ദീപങ്ങൾക്ക് മധ്യേ എൻ്റെ തമ്പുരാനുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ, എൻ്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ എൻ്റെ തമ്പുരാൻ എൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷവും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുവായിക്കോട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീ വരണേ എന്ന്, എൻ്റെ സങ്കടങ്ങളിലേക്ക് നീ വരണേ എന്ന്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. കർത്താവെ, ഒത്തിരിയേറെ പ്രതിസന്ധികളായിട്ടാണ് ഞങ്ങൾ ജീവിക്കുക. പലപ്പോഴും ജീവിതത്തിൽ കരച്ചിൽ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സമാധാനമില്ല, സന്തോഷമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. കടബാധ്യതകളായിരിക്കാം, മക്കളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലെ ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായിരിക്കാം. ഒത്തിരി വേദനകളുണ്ട് ഈശോയെ, ഒത്തിരി സങ്കടങ്ങളുണ്ട് തമ്പുരാനെ. എന്താ ചെയ്യേണ്ടതെന്നറിയാൻ പാടില്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുക. ആരും ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ, ആരും ഞങ്ങളുടെ ജീവിതത്തിലെ സഹായിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ. ഈശോയെ, അങ്ങേക്ക് മാത്രം ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങേക്ക് മാത്രം ഞങ്ങളെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അങ്ങേക്ക് മാത്രം ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ. എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണേ. എൻ്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ഈ ദിവ്യകാരണനാഥനെ നോക്കി വിശ്വാസത്തോടുകൂടെ എല്ലാ മക്കളും തമ്പുരാനെ വിളിച്ച് പാടി പ്രാർത്ഥിച്ചേ. യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. തമ്പുരാന്റെ വാക്കുകളായത്. എൻ്റെ കുടുംബത്തിലേക്ക് തമ്പുരാനെ നമുക്ക് വിളിക്കാം. നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ മുമ്പിലേക്ക് ഒന്ന് കൊടുക്കാം. ഒത്തിരി വേദനകളുമായിട്ട് നമ്മൾ ജീവിക്കുക. കുടുംബത്തെ ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങൾ നമുക്കുണ്ട്. എൻ്റെ മക്കളുടെ ജീവിതം എന്തായി തീരും? എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും? അവൾക്ക് വിവാഹപ്രായം എത്തി വരുന്നു. 10 പൈസ കയ്യിലില്ല. ഒത്തിരി പ്രശ്നങ്ങൾ, കുടുംബത്തിൽ എന്നും വരുന്ന അസുഖങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ. എന്ത് ചെയ്തിട്ടും കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും സങ്കടങ്ങളാണ്, വേദനകളാണ്. സ്ഥലം വിറ്റു പോകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, വീടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, വീടിലെ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. ദൈവം വസിക്കുന്ന ഇടമാണ് കുടുംബം. ആ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നീ കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ, നീ അത് പരിഹരിക്കാൻ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ അതിരുകളും, നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളും,
നമ്മുടെ കുടുംബത്തിന്റെ ഓരോ വേദനകളും, നമ്മുടെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. മുമ്പിൽ നിൽക്കുന്ന ഒത്തിരിയേറെ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ വീട് പണിയണം, മക്കളെ കെട്ടിച്ചു വിടണം, നല്ലൊരു ജോലി വാങ്ങിക്കണം, അപ്പനമ്മേനെ നോക്കണം, വിദേശത്ത് പോകണം. ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന. നമ്മുടെ കുടുംബത്തിന്റെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊടുത്ത്, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ വിഷമങ്ങൾക്ക് ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി വിശ്വാസത്തോടുകൂടെ എല്ലാ മക്കളും ഈശോയെ വിളിച്ച് തന്റെ കുടുംബത്തിലേക്ക് വിളിച്ചേ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഒരിക്കൽ കൂടി എല്ലാ മക്കളും ചേർന്ന് ഈശോയേ സ്നേഹനാഥ, എന്റെ ദൈവമേ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഈശോ ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈ നിമിഷം ഒന്ന് ഓർക്കാം, നിശബ്ദമായിട്ട് നമുക്ക് ഓർക്കാം. അച്ഛൻ പറയാത്ത എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് വെക്കണം. ചില ബന്ധനങ്ങളുമായിട്ട് ജീവിക്കുന്ന മക്കളുണ്ട്, ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില മക്കളുണ്ട്, പലവിധത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്, പലവിധ അസുഖങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്, ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. തന്നെയായി പോയവരുണ്ട്. മടുത്തു ഈ ജീവിതം, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈശോയെ ഞാൻ ഒറ്റയായി പോയല്ലോ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ഇത്രയേറെ അധ്വാനിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കിയില്ലല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ സങ്കടങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കാം. എല്ലാ സങ്കടങ്ങളും ഏൽപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരുന്ന പറയുക. എന്റെ തമ്പുരാനിൽ നമുക്ക് ആശ്രയിക്കാം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക. എന്റെ തമ്പുരാനെ അന്വേഷിച്ചു നോക്കേ, എൻ്റെ ജീവിതത്തിന് ഒരു കുറവുണ്ടാവില്ല, ഒരു പോരായ്മയുണ്ടാകില്ല. നമ്മുടെ ഓരോ സങ്കടങ്ങളെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഈശോയെ, എൻ്റെ ഈ പ്രശ്നം, എൻ്റെ ഈ സങ്കടം, എൻ്റെ ഈ വേദന, എൻ്റെ ഈ ആവശ്യം, ആരോടും പറയാത്ത എൻ്റെ ഈ കണ്ണീര്, എൻ്റെ ജീവിതത്തിൻ്റെ ദുരാനുഭവങ്ങൾ, ഒറ്റയായി പോയതിൻ്റെ സങ്കടങ്ങൾ, വേദനിക്കപ്പെട്ടതിൻ്റെ ഒത്തിരിയേറെ വിഷമങ്ങൾ എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈശോയെ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങളിലേക്ക് നീ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊടുത്ത് ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക്, ഈശോയുടെ മുമ്പിലേക്ക് ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ച്, ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ എല്ലാ മക്കളും ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളിലേക്കും
ദൈവത്തെ വിളിച്ച് വാവാ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും പാടി പ്രാർത്ഥിച്ചേ. ഈശോയെ സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ. ഒരിക്കൽ കൂടി എല്ലാം സമർപ്പിച്ച് പാടിയേ. യേശുനാഥ ഈശോയേ സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ നമുക്കിനി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ നാമം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, തമ്പുരാന്റെ നാമം അത്രയും ശക്തിയുള്ള നാമ, ഒത്തിരിയേറെ കെട്ടുകൾ പൊട്ടിക്കുന്ന നാമ, ഒത്തിരിയേറെ ബന്ധനങ്ങൾ അഴിക്കുന്ന നാമ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരുന്ന നാമ, ജീവിതത്തിന്റെ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അകറ്റുന്ന നാമ. യേശുനാമം പവിത്രമായ നാമ, ശക്തിയുള്ള നാമ. നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോയുടെ മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും നമ്മൾ സമർപ്പിച്ചു, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചു, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു, ആരോടും പറയാത്ത നമ്മുടെ വിഷമങ്ങളെ സമർപ്പിച്ചു. ആ ദൈവത്തിന്റെ മുമ്പിൽ യേശുവിന്റെ നാമം പറഞ്ഞ് സ്തുതിക്കാൻ പോവാ. ജീവിതത്തിന്റെ ഏത് കെട്ടുകളും പൊട്ടിക്കാൻ യേശുനാമത്തിന് പറ്റും. എത്രയേറെ ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും തമ്പുരാന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും ഓർത്ത് ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരു കരങ്ങളും ഉയർത്തി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി, ഈശോയെ നോക്കി എല്ലാ മക്കളും മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. ഇവരുടെ വേദനകളും സങ്കടങ്ങളും നീ ഏറ്റെടുക്കണമേ. ഇവരുടെ കുടുംബത്തെ നീ വിശദീകരിക്കണമേ. ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ നീ നൽകി കൊടുക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ഈ സമൂഹത്തെ നീ വിശദീകരിക്കണമേ. ഈ സമൂഹത്തെ നീ രക്ഷിക്കണമേ. ഈ സമൂഹത്തിന് വേണ്ട കൃപകൾ നീ നൽകണമേ. കർത്താവേ, മനമൊരുകി സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. തന്നാലും നാഥാത്മാവിനെ എന്ന പാട്ടിൻ്റെ ഈരടികൾ നമ്മൾ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഒത്തിരിയേറെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ഈ ആരാധനയുടെ മണിക്കൂറിൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ എന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ വിശദീകരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. നീ തന്ന സഹായകനിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചു കളയാൻ, എൻ്റെ രോഗങ്ങൾ അകറ്റാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദുരിതങ്ങളും വേദനകളും സമർപ്പിച്ച് അതിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. എല്ലാ മക്കളും പാടി. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥാ നിൻ ജീവനേ
നിത്യസഹായകനേ. എല്ലാവരും ചേർന്ന് തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. ജീവനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. ഒരു നിമിഷം ഈ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ദുരിതങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റുന്നത്. ദൈവം തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയച്ചതുപോലെ ഈ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. സഹിയോൻ മാളികയിൽ ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ, ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഈ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ പ്രകടമാക്കണമേ. ബന്ധനങ്ങൾ അഴിക്കാൻ, കെട്ടുകൾ പൊട്ടിക്കാൻ, രോഗങ്ങൾ സുഖമാക്കപ്പെടാൻ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ അയക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണേ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണേ ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദിവ്യകാരനാഥനെ കരങ്ങൾ ഉയർത്തി നീട്ടി പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനാ അനുസ്യൂതമൊഴുകി വരൂ. എല്ലാ മക്കളും അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനാ അനുസ്യൂതമൊഴുകി വരൂ. കരങ്ങൾ നീട്ടി വിളിച്ചേ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. ജീവനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും ഘോഷയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഘോഷയും ഉണ്ടായിരിക്കട്ടെ. ഈശോയില് സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ വിളിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലേക്കും അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥകളാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്. നല്ലൊരു കുമ്പസാരൊക്കെ നടത്തി തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോഴും പലരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റണില്ല. മനസ്സിൻ്റെ അകത്ത് വെറുപ്പ, ദേഷ്യ, പകയ, നശിപ്പിക്കണമെന്നുള്ള ചിന്തയാ. അത് പിശാചിന്റെ ചിന്തയാ. വെറുപ്പ് പിശാച് തരുന്നതാ. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പാടാൻ പോവാ.
കരുണ തോന്നണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അർഹതയില്ലാതെ ലഭിക്കുന്നത് ആ കരുണ. അതിന് അർഹതയൊന്നും വേണ്ട. തമ്പുരാന്റെ കരുണയത്. തമ്പുരാൻ കരുണാനിധിയാണ്. കാരുണ്യവാനായ കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിന് കൂടെ ഉണ്ടാകും. എത്രയേറെ പ്രശ്നമുണ്ടെങ്കിലും ഏതെല്ലാം സങ്കടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ തമ്പുരാനെ മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വേദനകളെയും എൻ്റെ സങ്കടങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതോടൊപ്പം തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരിയേറെ പാപപങ്കിലമായ സാഹചര്യങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട ദൈവമേ, ജോറോസിന്റെ മകളെ ഉയർപ്പിച്ച ദൈവമേ, സക്കേവൂസിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ദൈവമേ, അന്ധന് കാഴ്ച നൽകിയ ദൈവമേ, ബദിരന് കേൾവി നൽകിയ ദൈവമേ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ദൈവമേ, ആരോരില്ലാത്തവർക്ക് കൂട്ടായ ദൈവമേ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കരുണ വർഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ, മനസ്സിൽ നിന്ന് വെറുപ്പ് അകറ്റാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ഈ ദിവ്യകാരണനാഥന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം സങ്കടത്തോടെ, വേദനയോടെ, പശ്ചാത്താപത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാവരും ചേർന്ന് പാടി. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നമുക്ക് ഓർക്കാം. ആരോടെങ്കിലും ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആ വ്യക്തി ഒത്തിരിയേറെ സങ്കടങ്ങൾ തന്നിട്ടുണ്ട്, ഒത്തിരിയേറെ മുറിവുകൾ മനസ്സിലേറ്റിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തമ്പുരാനെ, ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെയുള്ളവരായിരിക്കാം, എൻ്റെ മാതാപിതാക്കളായിരിക്കാം, എൻ്റെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, എൻ്റെ മക്കളായിരിക്കാം, എൻ്റെ സഹോദരങ്ങളായിരിക്കാം, എൻ്റെ അയൽവക്കക്കാരായിരിക്കാം, എൻ്റെ ജോലി സ്ഥലത്തെ ഉദ്യോഗസ്ഥനായിരിക്കാം, ആരും ആയിക്കോട്ടെ. ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തെറ്റിൻ്റെ എന്തെങ്കിലും വശങ്ങളുണ്ടെങ്കിൽ നല്ലൊരു അനുതാപത്തോടെ കൂടെ തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും തമ്പുരാനെ വിളിച്ച് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് അനുതാപത്തോടുകൂടെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനായി കരങ്ങൾ നീട്ടി തമ്പുരാനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും പാടി. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയുടെ മുമ്പിലായിരിക്കാം നമുക്ക്. തമ്പുരാന്റെ കരുണ ഈ സമൂഹത്തിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവമേ, നിന്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ സങ്കടങ്ങളെ ഞങ്ങൾ ചേർത്ത് വെക്കുക. അപ്പത്തിന്റെ രൂപത്തില്, രക്തത്തിന്റെ രൂപത്തില് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങൾ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ വിളിക്കുന്നവരാ നമ്മൾ, എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാ നമ്മൾ.
ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാത്തെ? എന്തേ നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരവില്ലാത്തെ? പലപ്പോഴും അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നവരാണ് നമ്മിൽ പലരും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തേ എൻ്റെ പ്രശ്നങ്ങൾ മാറാത്തെ? എൻ്റെ കൂടെ ദൈവം ഉണ്ടായിട്ടും എന്തേ എൻ്റെ സങ്കടങ്ങൾക്കൊരു ഉത്തരം കിട്ടാത്തെ? എന്തേ എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ മാത്രമായിട്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നേ? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന പല ഉദാഹരണങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറാതിരിക്കുമ്പോൾ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വരാതിരിക്കുമ്പോൾ, ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ തമ്പുരാൻ എന്നോട് പറയുന്നുണ്ട്, മോനെ മോളെ, നിനക്ക് വേണ്ടി സഹിച്ചവനാ ഞാൻ. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒത്തിരിയേറെ മുറിവുകൾ കാൽവരി യാഗത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഞാൻ പ്രഹരിക്കപ്പെടുമെന്നും ഞാൻ വേദനിക്കപ്പെടുമെന്നും ഞാൻ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും എനിക്കറിയാമായിരുന്നു. ഈശോ അറിഞ്ഞുകൊണ്ട് തന്നെയാ കാൽവരി യാഗത്തിലേക്ക് നടന്നെടുക്കുക. അതിന് മുന്നോടിയായിട്ട് അവൻ പെസഹ തിരുനാൾ സ്ഥാപിക്കുക. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം ഈശോ നമുക്ക് തരുന്ന ഒത്തിരിയേറെ കഥാപാത്രങ്ങളുണ്ട്. ആബേലിൻ്റെ ജീവിതം, ദൈവം കൂടെ ഉണ്ടായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്തു പറ്റി? അവൻ ബലിയർപ്പിച്ചത് തമ്പുരാന് നല്ല രീതിയിലാണ്. പക്ഷെ അവൻ്റെ സ്വന്തം സഹോദരൻ അവനെ വേദനിപ്പിച്ചു. പൂർവ്വ ജോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്തു പറ്റി? കൂടെ ദൈവം ഉണ്ടായിട്ടും ജോസഫിൻ്റെ വീട്ടിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് തിരസ്കൃതനായി. ഒത്തിരിയേറെ ദുരാനുഭവങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മൾ ഓർക്കണം, ജോസഫിൻ്റെ ജീവിതത്തിൽ എന്തോരം വേദനകളുമായിട്ട് ജീവിച്ച മനുഷ്യനായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ തന്നെ അവനെ കൊല്ലാൻ വിധിക്കുന്നു, പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നു, അവനെ കൊല്ലാൻ നോക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവനെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൂർവ്വ ജോസഫ് എങ്ങനെയാണ് അറിയപ്പെട്ടതെന്ന്. സ്വന്തം സഹോദരങ്ങൾക്ക് കാവലായിട്ട് അവൻ മാറുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് അവൻ മാറുകയാണ്. നമ്മൾ ഓർക്കണം, ദൈവം കൂടെയുള്ള മനുഷ്യന് ഒത്തിരിയേറെ ദുരാനുഭവങ്ങൾ ഉണ്ടാകും, ഒത്തിരിയേറെ വേദനകൾ ഉണ്ടാകും, ഒത്തിരിയേറെ സങ്കടങ്ങൾ ഉണ്ടാകും. പൂർവ്വ ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ വേദനിക്കപ്പെട്ടവനാ, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടവനാ, സ്വന്തം സഹോദരങ്ങളാൽ വേദനിപ്പിക്കപ്പെട്ടവനാ, കുറ്റം വിധിക്കപ്പെട്ടവനാ, മരണത്തിന് വരെ വിധേയനാക്കപ്പെട്ടവനാ, പൊട്ടക്കിണറ്റിൽ നിന്നും അടിമയായിട്ട് വിൽക്കപ്പെട്ടവനാ, ജയിലിൽ അടയ്ക്കപ്പെട്ടവനാ. ഇത്രയൊക്കെ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവൻ രക്ഷ പ്രാപിച്ചു എന്നുള്ളതാണ്. കാരണം എന്താ? ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ്റെ ജീവിതത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവം കൂടെ വേണം. എൻ്റെ കൂടെ ദൈവം വേണം. എൻ്റെ ജീവിതത്തിൽ ദൈവം വേണം. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ജോബിൻ്റെ ജീവിതം നമ്മളൊന്ന് വായിക്കേണ്ട ജീവിതം. ഒത്തിരിയേറെ വേദനകൾ അനുഭവിച്ചൊരു മനുഷ്യൻ, ഒത്തിരിയേറെ സങ്കടങ്ങളേറ്റൊരു മനുഷ്യൻ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കൊടുത്ത ദൈവം അത് തിരിച്ചെടുക്കുകയാണ്. പിശാച് അവൻ്റെ ജീവിതത്തിൽ മാത്രം തൊടാതെ അവൻ്റെ എല്ലാ വസ്തുക്കളിലും അവൻ്റെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അവസാനം സ്വന്തം സഹോദരങ്ങളെപ്പോലെ കരുതുന്ന സുഹൃത്തുക്കൾ അവനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ജോബേ, നിനക്കൊന്ന് ശപിച്ചുകൂടെ നിന്റെ ദൈവത്തെ? നിനക്കൊന്ന് ശപിച്ചുകൂടെ നിന്റെ ദൈവത്തെ? സ്വന്തം ഭാര്യ വന്നിട്ട് ജോബിനോട് പറയുന്നുണ്ട്, ജോബേ, തമ്പുരാനെ ഒന്ന് വിട്ടുകളാ. എന്തിനാ ദൈവത്തെ ഇത്രയും മുറുകെ പിടിക്കണേ? ഇത്രയും പീഡനങ്ങൾ തരുന്ന, ഇത്രയും വേദനകൾ തരുന്ന, ഇത്രയേറെ സങ്കടങ്ങൾ തരുന്ന ഒരു ദൈവത്തെ നമുക്ക് വേണ്ട. പക്ഷെ ജോബ് പറഞ്ഞൊരു ഉത്തരവുണ്ട്. സ്വന്തം ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാണ്: എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ തമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു. ജോബിൻ്റെ വളരെ സുന്ദരമായൊരു മറുപടിയുണ്ട്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ, എന്താ ഇങ്ങനെ? എന്താ എൻ്റെ പ്രശ്നങ്ങൾ മാറാത്തെ? എന്താ എൻ്റെ സങ്കടങ്ങൾ തീരാത്തെ? എനിക്ക് എന്തിനാ ക്യാൻസർ തന്നേ? എനിക്ക് എന്താ പ്രശ്നങ്ങൾ തന്നേ? എനിക്ക് എന്തിനാ ഇങ്ങനെ സങ്കടങ്ങൾ തരണേ? എൻ്റെ ജീവിതത്തിന് മാത്രം ഇങ്ങനെ?
ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്നവർക്കാണ് സങ്കടങ്ങൾ കൊടുക്കുക. ദൈവം ഒത്തിരിയേറെ ചേർത്ത് പിടിക്കുന്നവർക്കാണ് രോഗങ്ങൾ കൊടുക്കുക. ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച് അനുഗ്രഹിക്കുന്നവർക്കാണ് ഒത്തിരിയേറെ വേദനകൾ കൊടുക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയേ, സ്വന്തം മകൻ ഒരു കുരിശുമരണ തമ്പുരാൻ കൊടുത്തല്ലേ? സ്വന്തം മകന് തന്നെ കുരിശുമരണം കൊടുത്തൊരു തമ്പുരാൻ, പരിശുദ്ധ കന്യക എന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം വേദനകളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാ. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ സങ്കടങ്ങളുമായിട്ട് ജീവിച്ചൊരു സ്ത്രീ, അവസാനം സ്വന്തം മകന്റെ ജീവച്ഛവമായ ശരീരം കയ്യിലെടുത്ത് പിടിക്കേണ്ടി വന്നൊരു സ്ത്രീ, സ്വന്തം മകനെ തൻ്റെ മുമ്പിലിട്ട് മറ്റുള്ളവർ ചവിട്ടിക്കൂട്ടുമ്പോഴും പ്രഹരിക്കുമ്പോഴും അവൻ നിലവിട്ട് കരയുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ എല്ലാ സങ്കടങ്ങളും വേദനകളും മനസ്സിലൊതുക്കി ജീവിച്ചൊരു സ്ത്രീ. അതാ പരിശുദ്ധ അമ്മ. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ എടുത്തു നോക്കിയേ, ഒരക്ഷരം മിണ്ടാൻ പോലും സാധിക്കാതെ ജീവിതം മുഴുവൻ സഹിച്ചു തീർത്ത ഒരു മനുഷ്യൻ. ഏത് പുണ്യവാന്മാരെയും നിങ്ങളെടുത്തോ, ഏത് വിശ്വാസികളെയും നിങ്ങളെടുത്തോ, നമ്മളൊക്കെ തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ പുണ്യവാന്റെ ജീവിതത്തിലുമുണ്ട് ഓരോ സഹനങ്ങൾ, വേദനകൾ അല്ലേ? അൽഫോൻസ പുണ്യവതി ഒന്ന് ഓർത്തു നോക്കിയേ, സഹിച്ച് 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 ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചവള. വിശുദ്ധ സെബസ്ത്യാനോസിനെ ഒന്ന് എടുത്തു നോക്കിയേ, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുൻപില് നട്ടെല്ല് നിവർത്തിയവൻ നിന്നു തമ്പുരാന് വേണ്ടി. ആദ്യം അവനെ അമ്പെയ്ത് കൊല്ലും, അവൻ മരിച്ചില്ല, പിന്നെയും ചെന്ന് നിൽക്ക, മരണം മുന്നിൽ കണ്ടിട്ട് തന്നെ അവൻ മുന്നിൽ പോയി നിന്നു തമ്പുരാന് വേണ്ടി. നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരെയാ നമ്മൾ തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പേടിച്ചോടാനല്ല തമ്പുരാൻ പറയുക, നിന്റെ സഹനങ്ങളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കുക. മോശയുടെ ജീവിതം ഒന്ന് ധ്യാനിക്കണം. മോശയ്ക്ക് ഒത്തിരിയേറെ ദുരനുഭവങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. വിക്കനായിരുന്നു, ഒരു 2 വാക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, കൊലപാതകിയായിരുന്നു, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിനൊരു കൃപയുണ്ടായിരുന്നു. ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ, ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. കാനായിലെ കല്യാണ വീടൊന്നും എടുത്തു നോക്കിയേ, ആ വീട്ടിൽ ദൈവം ഉണ്ടായിരുന്നു. ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ ദൈവം ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതം ഒന്ന് ധ്യാനിച്ചെടുത്തു നോക്കിയേ, ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, എണ്ണമറ്റ പ്രഹരങ്ങള്, എണ്ണമറ്റ അപകടങ്ങള്, കല്ലെറിയപ്പെട്ടവൻ, ഒത്തിരിയേറെ പീഡനയേറ്റവൻ, ചാട്ടവാറ കൊണ്ട് അടിയേറ്റപ്പെട്ടവൻ, ഒക്കെ വേദനകൾ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം തൊട്ട മനുഷ്യരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ കാലത്തിൻ്റെ നെറുകയിൽ ഒത്തിരിയേറെ വേദനകൾ ഏൽക്കേണ്ടി വരുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ ദൈവം തൊട്ടിട്ടുള്ളൂ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ നമുക്ക് ഓർക്കാം, നമ്മുടെ വേദനകൾ നമുക്ക് ഓർക്കാം. എൻ്റെ തമ്പുരാൻ എന്തോ പദ്ധതിയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സഹനങ്ങളൊന്നും വെറുതെ ആവില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും വെറുതെ ആവില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഓർക്കുക, എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം എൻ്റെ ചുറ്റിനുമുണ്ട്. എന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് എന്തു വന്നാലും ആരുപേക്ഷിച്ചാലും എന്നെ താങ്ങുന്നൊരു കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടല്ല, മണ്ണിനോടല്ല, മരത്തോടല്ല, ദൈവത്തോടാ. ഇന്നും ജീവിക്കുന്ന ദൈവത്തോട്, ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവത്തോട്, ഇന്നും പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തോട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കണേ. നിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രം കഠോരമാണെങ്കിലും, എത്രയേറെ വേദനയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. തുല്യം ചൊല്ലാൻ ഒരിക്കലും കഴിയാത്തൊരു സ്നേഹം എൻ്റെ തമ്പുരാന്റെ സ്നേഹം. ആ സ്നേഹത്തോളം പകരം വയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചാലും, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എത്രമാത്രം ഒറ്റപ്പെടുമ്പോഴും നീ ചിന്തിച്ചുകൊള്ളണം, എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂട്ടിന്. വേറെ ആരും എന്നെ നോക്കിയില്ലെങ്കിലും അവൻ എന്നെ നോക്കും, അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ സ്നേഹിക്കും, അവൻ എന്നെ ചേർത്ത് പിടിക്കും, അവൻ എനിക്ക് വേണ്ട ഓരോ കൃപകളും തരും. അതുകൊണ്ട് ആ തമ്പുരാന്റെ സ്നേഹത്തെ ഓർത്ത് ഈ നിമിഷം നമുക്ക് പാടി ആരാധിക്കാം.
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി വീശി നമുക്ക് പാടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടിയേ. ആരാധന 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 ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് പാടിയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പാടിയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്. അബ്രാഹത്തിനോട് ദൈവം ചേർത്ത് വെച്ച് പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്. സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പോയ അബ്രാഹം സ്വന്തം മകനോട് പറഞ്ഞു വെച്ചൊരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവം തരും. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത്. ദൈവം തരും. എൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതായി വരുമ്പോഴും ആരുമില്ലാതെ ഞാൻ സങ്കടപ്പെടുമ്പോഴും ഞാൻ ചിന്തിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്: എൻ്റെ ദൈവം തരും. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒഴിഞ്ഞു മാറുന്നവനല്ല എൻ്റെ തമ്പുരാൻ. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നിൽ നിന്നും അകന്നു പോകുന്നവനല്ല തമ്പുരാൻ. മനുഷ്യനെന്നെ ഇട്ടേച്ചു പോയേക്കാം, മനുഷ്യനെന്നെ ഒഴിവാക്കിയേക്കാം. ഒന്ന് വിളിച്ചാൽ അവൻ വരും. എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ അവൻ വരും. എത്ര പ്രശ്നമാണെങ്കിൽ അവൻ വരും. ഞാൻ പലപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഒരു കണ്ണീരിൻ്റെ അകലെ നീയും തമ്പുരാനുമായിട്ടുള്ളൂ. നീ ഒന്ന് കരഞ്ഞാൽ, നീ ഒന്ന് വേദനിച്ചാൽ, ചങ്കത്തടിച്ചൊന്ന് നിലവിളിച്ചാൽ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. അവൻ സ്വർഗം തുറന്നു വരും, നമ്മളെ രക്ഷിക്കാൻ വരും, നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ വരും, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കാൻ വരും. അത്രമാത്രം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചാൽ അവൻ ഓടിയെത്തും എൻ്റെ മുമ്പിൽ. എൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഓടിയെത്തും. ആ പാട്ടിൻ്റെ വരികൾ നമുക്ക് ഈ നിമിഷം ധ്യാനപൂർവ്വം കേട്ട് പാടി ആരാധിക്കാം. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര
എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. എല്ലാവരും ചേർന്ന് ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം. ഒന്ന് തളർന്നാൽ അവൻ എന്നെ കോരിയെടുക്കും. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ എന്നെ ചേർത്ത് പിടിക്കും. ഞാൻ കരയുമ്പോഴും ഞാൻ വേദനിക്കുമ്പോഴും ഞാൻ സങ്കടപ്പെടുമ്പോഴും ഓർത്തുകൊള്ളണം, എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന വളരെ സുന്ദരമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഇങ്ങനെയാ: ഈശോയും ശിഷ്യന്മാരും ഒരു തടാകത്തിലൂടെ യാത്ര ചെയ്യുക. പെട്ടെന്ന് കൊടുങ്കാറ്റൊതുകയാണ്. വഞ്ചിയിലേക്ക് വെള്ളം ആർത്തരിമ്പി കയറുകയാണ്. ആ സമയം ശിഷ്യന്മാര് തൻ്റെ ഈശോയോട് ചോദിക്കുന്നുണ്ട്. അമരത്ത് തലയിണയിൽ കിടന്നുറങ്ങുന്ന ഈശോയോട് അവർ പറയുന്നുണ്ട്, ഈശോയെ, ഞങ്ങൾ മരിക്കാൻ പോവാ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. ഈശോ പറഞ്ഞ ഒറ്റ ഡയലോഗ് ഇത്രയേ ഉള്ളൂ: കാറ്റേ കടലേ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. എത്രയേറെ കാറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്രയേറെ എൻ്റെ ജീവിതത്തിന് നവുക ആടി ഉലഞ്ഞാലും, എന്നെ രക്ഷിക്കുന്ന എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ തളരുമ്പോൾ എന്നെ പൊക്കിയെടുക്കുന്ന തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ആ ഈരടികൾ പാടി നമുക്ക് തമ്പുരാനെ സ്തുതിക്കാം. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എന്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഒന്ന് വിളിച്ചാൽ ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഈശോയുടെ ആരാധന മണിക്കൂർ സമാപിക്കാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും ചിന്തിച്ചോളണം, എൻ്റെ തമ്പുരാന്റെ കയ്യിൽ അതിന് ഉത്തരവുണ്ട്. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ഓർത്തുകൊള്ളണം, പെറ്റമ്മയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ എൻ്റെ മുമ്പിലുണ്ട്. ആരൊക്കെ എന്നെ വേദനിപ്പിച്ചാലും ഓർത്തുകൊള്ളണം, എൻ്റെ തമ്പുരാൻ ഒരിക്കലും എന്നെ വേദനിപ്പിക്കില്ല. ആരൊക്കെ ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുമ്പോഴും നീ ഓർത്തുകൊള്ളണം, എൻ്റെ തമ്പുരാൻ എന്നെ ചേർത്ത് പിടിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റം കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നെ നോക്കിയിട്ട് പറയും, നീ എൻ്റെ മോളല്ല, മോനല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറയും, നിന്റെ മാത്രം കുഴപ്പം കൊണ്ടായ എൻ്റെ പ്രശ്നമല്ലാതെ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോൾ ചിലപ്പോൾ നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയും, നിന്റെ മാത്രം കുഴപ്പ, നീയാ ചീത്ത, നീ നല്ലതല്ല. നിന്റെ കൂടപ്പിറപ്പുകൾ ചിലപ്പോൾ നിന്നോട് പറയും, നിന്റെ കൂടെ കൂട്ടുകൂടാൻ ശരിയാവില്ല. നിന്റെ കൂട്ടുകാരൻ നിന്നോട് പറയും, നീ ഒരിക്കലും നന്നാവില്ല, നീ ഒരിക്കലും ശരിയാവില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ,
എല്ലാവരും ഇങ്ങനെ വേദനിപ്പിക്കുമ്പോ, എല്ലാവരും സങ്കടങ്ങൾ തരുമ്പോ നീ ഓർത്തുകൊള്ളണം, നിന്റെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാൻ നിന്റെ മുമ്പിലുണ്ട്. പെറ്റമ്മയെക്കാളും നിന്നെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ നിന്റെ മുമ്പിലുണ്ട്. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ നിന്റെ മുമ്പിലുണ്ട്. നിന്റെ പേര് എൻ്റെ ഉള്ളങ്കയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ട്. തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ വെടിഞ്ഞാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, മോനെ മോളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്തൊക്കെ ദുരാനുഭവങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോഴും നീ ഓർത്തോളണം, നിന്റെ കാല് തളരാതിരിക്കാൻ, നിന്റെ ശരീരം വേദനിക്കാതിരിക്കാൻ, നീ സങ്കടപ്പെടാതിരിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട്. ആ തമ്പുരാന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഈ ദിവ്യകാരുണ്യനാഥന്റെ ആരാധന അവസാനിക്കുമ്പോൾ ആരൊക്കെ എന്നെ മറന്നാലും മറക്കാത്തൊരു സ്നേഹമുണ്ടെന്ന്, ആരൊക്കെ എന്നെ വെടിഞ്ഞാലും എന്നെ വെടിയാത്തൊരു സ്നേഹമുണ്ടെന്ന്, എന്നെ സംരക്ഷിക്കുന്ന ഒരു നാഥനുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആരാധനയുടെ മണിക്കൂർ അവസാനിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും സമർപ്പിച്ച് തമ്പുരാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് പാടി ആരാധിക്കാം. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. എന്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ പകരല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ഇടരല്ലേ പകരല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ഈശോയുടെ ആശീർവാദം ഈ നിമിഷം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിച്ച് തമ്പുരാനെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് ഈ ആരാധനയുടെ മണിക്കൂർ അവസാനിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയുന്ന ഒറ്റ ഡയലോഗ് ഇത്രയേ ഉള്ളൂ: ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരിക്കൽ കൂടി നമുക്കത് കേൾക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ ദൈവമല്ലേ.